ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നേ സ്റ്റോക്ക് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ സ്റ്റോക്ക് എടുക്കലാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിലായിട്ട് തന്നെയാണ് സ്റ്റോക്ക് എടുക്കണത് കേട്ടോ. ഇപ്പോൾ അതാകുമ്പോൾ നമുക്ക് കൊണ്ടുവരാനും സുഖമാണ്, ബൈക്കിൽ തന്നെ പോയിട്ട് വരികയും ചെയ്യാം കേട്ടോ. നട്ടുച്ചയ്ക്കാണ് പോണത് സ്റ്റോക്ക് എടുക്കാൻ. നമുക്ക് രണ്ടുപേർക്കും ഓരോ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. എൻഗേജ്മെൻറ്റ്, പിന്നെ ഒരു വളക്കാപ്പ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് പോണത്. 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ നന്നായിട്ട് വാരിപ്പൊത്തിയിട്ടുണ്ട്, പുറത്തും കഴുത്തിലും കയ്യമ്മയും മുഖത്തും ഒക്കെ വാരിപ്പൊത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പം മിന്നു ദേ വരണം. മിന്നുവിനാണെങ്കിൽ അവൾക്ക് വേറെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ വരണത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അത് വെക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ കണ്ണൊക്കെ ആകെ ബൾബാവും. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഉണ്ണീനൊക്കെ വീട്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ വീട്ടിനും കൂട്ട് ബൈക്കുമ്പോൾ പോയി വരണം. നമ്മൾ ആഴ്ചയിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ. നല്ലൊരു നാടൻ സദ്യ കഴിച്ചാൽ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. കാറ്റടിക്കുമ്പോൾ അപ്പം ഞാൻ ഉറങ്ങും. അപ്പോൾ അത് എത്തിയിട്ടുണ്ട് കേട്ടോ. കാറ്റടിച്ചിട്ട് നിൽക്കി മുഖക്കാകെ ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ ഈ ഹെൽമെറ്റിന് ഫ്രണ്ടിൽ ഗ്ലാസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ വെള്ളം ദാഹം പറയേ വേണ്ട, എന്തൊരു ചൂടാണേ. നിങ്ങളുടെ അവിടെയൊക്കെ നല്ല ചൂടാണോ? അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു കടയിൽ കയറി. എനിക്ക് കൂട്ടുപോയാൽ നിർത്താൻ പറ്റണില്ല, ഉറക്കം വന്നിട്ട്. അവിടെയാണെങ്കിൽ AC ഉള്ള കടയാണ്. പിന്നെ പറയും വേണ്ട ഉറക്കം വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ തലയ്ക്ക് മുകളിൽ എടുക്കുന്ന മാലകളൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ ഡാൻസിനുള്ള മാലകൾ. അത് നമ്മൾ മേടിക്കില്ല, നമ്മൾ ആ കൊട്ടയിലിട്ട വളകളില്ലേ, മഞ്ഞ പച്ച വെള്ള, അത് കുട്ടികളുടെ വളകളാണ് കേട്ടോ, കമ്പി വളകളാണ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കോഫി ചായയൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പം ഞങ്ങൾ കോഫി മതി എന്ന് പറഞ്ഞാൽ ഉറക്കം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മണിമാലകളുടെ ഒരു സെക്ഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 തരം മണിമാലകളും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണിമാല നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ, കടയുടെ ഗ്ലാസിൻ്റെ മുകളിൽ തൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക്. പക്ഷേ ചിലവുണ്ട് കേട്ടോ മണിമാലയ്ക്ക്. നഴ്സറി കുട്ടികളൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കടയിൽ കയറി. ഇതൊരു കടയിൽ കയറി, ഇത് വേറെ കടയാണ് കേട്ടോ. ഇത് കമ്മലിൻ്റെ മാത്രം കടകളാണ്. അപ്പോൾ കമ്മലിൻ്റെ മാത്രം കട കയറി. പിന്നെ ഇത് കുറച്ച് കൊന്നപ്പൂവും കൂടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിഷു ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വിഷുവിന് ഇപ്പം ഒരുവിധം എല്ലാവരും കൊന്നപ്പൂവ് കിട്ടണില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കൊന്നപ്പൂവ് കൊഴിഞ്ഞു പോണ കാരണം കൊണ്ട് ഇപ്പം ഇങ്ങനത്തെ കൊന്നപ്പൂവാണ് ആൾക്കാർ മേടിക്കണത്. നമ്മൾ കുറച്ചും കൂടി കൊന്നപ്പൂവ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നെടുത്തിട്ടുള്ള സ്റ്റോക്ക് കേട്ടോ. ഇതൊരു കടയിൽ നിന്ന്, ആ കവർ വേറെ കടയിൽ നിന്ന്, മറ്റേ കവർ വേറെ കടയിൽ നിന്ന്, അങ്ങനെ ഓരോരോ കടകളിൽ നിന്നാണ് പോയിട്ടുള്ളത്. നേരെ വടക്കാഞ്ചേരിക്ക് വന്നിട്ട് നമ്മൾ കടയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകണില്ല, ഇനി നാളെ വേണം ഇതെല്ലാം കൂടിയിട്ട് ബില്ലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു പാർട്ടി പരിപാടി ഉള്ള കാരണം ബസ്സൊക്കെ നമ്മുടെ കടയുടെ മുന്നിൽ കൂടി ഇട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ബസ് പോണ റൂട്ടല്ല കേട്ടോ അത്, സാധാ വണ്ടികൾ മാത്രമേ പോവുള്ളൂ. അപ്പോൾ നേരെ അത് കടയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഉണ്ണീനെ എടുക്കാൻ പോകണം കേട്ടോ അവിടേക്ക്. അപ്പോഴത്തേക്കും നമ്മൾ വളക്കാപ്പ് എന്ന് പറഞ്ഞില്ലേ, വളക്കാപ്പിൻ്റെ പലഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയിനാസ്, അച്ചപ്പം, കൊയലപ്പം, ലഡു, ജിലേബി, പോപ്കോൺ ഇല്ല കേട്ടോ, പോപ്കോൺ കുട്ടിക്ക് വേറെ മേടിച്ചതാണ്. ലഡു, ജിലേബി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പഴം ഉണ്ടായിരുന്നു, അയിനാസിൻ്റെ ഫേവറേറ്റാണ്. പിന്നെ എന്താ പറയുക, അച്ചപ്പം, കൊയലപ്പം അതൊക്കെ പിന്നെ എല്ലാവരും സാധാരണ ഉണ്ടാവണം തന്നെ. ഇതേപോലെ എനിക്കൊരു പൊതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കുള്ളൊരു പ്രത്യേകം പൊതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആ പൊതിയും പിന്നെ ഈ ചാക്ക് കണ്ട, ഇതിലപ്പടി വെള്ളം നിറച്ചതാണ് കേട്ടോ. വെള്ളം നിറച്ച കുപ്പികളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ കടയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നേരെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ പിന്നെ കിണറിന്നുള്ള വെള്ളം, അവിടെ പൈപ്പിൽ വെള്ളമാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകണത്. നമ്മൾ ഒരു സൺഡേയിലൊക്കെ ആയിട്ട് കുറേ കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ വയനാട്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട്, വേനൽക്കാലല്ലേ, അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുടിക്കാൻ വേണ്ടി മാത്രം വെള്ളം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വിഷുവായിട്ട് വീണ്ടും വരും, ഒരാഴ്ചത്തെ ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ വിഷുവിന് എന്നറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം.